വെൽക്കം ടു റേസ് ഓഫ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ പ്ലസ് ടുവിന്റെ സെക്കൻഡ് യൂണിറ്റ് ആയ സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ആകത്തെ 1 മുതൽ 4 വരെയുള്ള മെത്തേഡ്സ് നമ്മൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊളാരിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ആകത്തെ 5th വൺ ആണ് മൊളാരിറ്റി. ഓക്കെ, മൊളാരിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് നമ്മൾ മൊളാരിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, molarity is defined as the number of moles of the solute present in a 1 liter of solution. 1 liter of solution എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് 1 decimeter cube solution. ഓക്കെ, അപ്പം മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര മോൾസ് സൊല്യൂട്ട് ആണുള്ളത്, ആ മോൾസിന്റെ നമ്പറിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുകയാണ് 1 മോളാർ NaOH. മൊളാരിറ്റി നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ മോളാർ എന്നാണ് പറയുന്നത്. നമ്മൾ മോളാർ എന്നാണ് പറയുന്നത്. ഓക്കെ, 1 മോളാർ NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 1 ലിറ്റർ സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. ഈ 1 ലിറ്റർ സൊല്യൂഷനകത്ത് 1 മോൾ NaOH ആണുള്ളത്. ഓക്കെ, ഇപ്പൊ മൊളാരിറ്റി 1 ആണെന്ന് പറഞ്ഞാൽ 1 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 ലിറ്റർ സൊല്യൂഷനകത്ത് 1 മോൾ സൊല്യൂട്ട് ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ, അതല്ലെങ്കിൽ 1 ഡെസിമീറ്റർ ക്യൂബ് ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇതിന്റെ ഒരു പ്രോബ്ലം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സ് ക്വസ്റ്റ്യനകത്തും ഒരു പ്രോബ്ലംസ് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എക്സാമിന് മൊളാരിറ്റിക്കകത്തുനിന്നും അതുപോലെ മോൾ ഫ്രാക്ഷനകത്തുനിന്നും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊളാരിറ്റിക്കകത്തുനിന്നൊക്കെ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇതിനകത്ത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ ആണ് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് ദി സൊല്യൂട്ട് divided by volume of the solution in liter. Okay, ഇവിടെ നമ്മുടെ സൊല്യൂട്ടിന്റെ മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലിറ്ററിൽ നമുക്ക് എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഡെസിമീറ്റർ ക്യൂബിലും നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 2.2. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram of NaOH in 450 ml solution. ഓക്കെ, 450 ml ആണ് നമ്മുടെ സൊല്യൂഷൻ. അതിനകത്ത് 5 gram NaOH ആണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, മോൾസ് ഓഫ് ദി സൊല്യൂട്ട്. മോൾസ് ഓഫ് ദി സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് മോൾസ് ഓഫ് ദി NaOH ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സൊല്യൂഷൻ ml ലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് NaOHന്റെ മോൾസ് കണ്ടുപിടിക്കണം. ദെൻ നമ്മളുടെ ml കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ ആ വോളിയം നമുക്ക് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കാര്യം ചെയ്യാം. മോൾസ് ഓഫ് ദി സൊല്യൂട്ട്, മോൾസ് ഓഫ് ദി NaOH നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഗിവൺ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. ഓക്കെ, NaOH ഈ ഒരു സൊല്യൂഷനകത്ത് 5 gram ആണ് തന്നിരിക്കുന്നു. 5 gram ആണ് ഇവിടുത്തെ ഗിവൺ ഗ്രാം. ആൻഡ് NaOHന്റെ മോളാർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സോഡിയത്തിന്റെ 23 ആൻഡ് ഓക്സിജന്റെ 16, ഹൈഡ്രജന്റെ 1. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് NaOHന്റെ മോളാർ മാസ് 40 എന്ന് കിട്ടും. 40. ഓക്കെ, അപ്പം NaOHന്റെ മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. മോൾസ് ഓഫ് NaOH is equal to given gram 5 gram divided by NaOHന്റെ മോളാർ മാസ് നമുക്കറിയാം 40 ആണ്. 40 gram മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഗ്രാമും ഗ്രാമും കട്ടായിപ്പോൾ 5 ഡിവൈഡ് ബൈ 40 നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.125 മോൾ. ഓക്കെ, അപ്പം ഈ ഒരു സൊല്യൂഷനകത്ത് 5 gram NaOH ആണ് ക്വസ്റ്റ്യനിൽ തന്നു. അതായത് ഈ ഒരു സൊല്യൂഷനകത്ത് 0.125 മോൾസ് NaOH ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് തന്നിരിക്കുന്നത് 450 ml എന്നാണ്. ഓക്കെ, വോളിയം ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം നമുക്ക് തന്നിരിക്കുന്നത് 450
നമുക്ക് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. ഓക്കെ, 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. therefore മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാം 450 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ലിറ്ററിലുള്ള വാല്യൂ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് മൊളാരിറ്റി ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ മോൾസ് ഓഫ് ദി സൊല്യൂട്ട് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. NaOHന്റെ മോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ ആയിരുന്നു, നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാവുന്നതാണ്. 0.450 എന്ന് കിട്ടും. അതായത് 450നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.450 എന്ന് കിട്ടും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുന്നത് കൊണ്ട് ആ ഒരു സ്റ്റെപ്പ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ നിർത്തിയേക്കുവാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം മൊളാരിറ്റി. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് ദി സൊല്യൂട്ട്. മോൾസ് ഓഫ് ദി സൊല്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് 0.125. ഓക്കെ, ഡിവൈഡഡ് ബൈ 450 by 1000. 450 by 1000 എന്ന് പറയുമ്പോൾ 450 by 1000 എന്നുള്ളത് നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ into 1000 എന്നാവും. ഓക്കെ, 450 by 1000 ആയിരുന്നു, അത് മുകളിൽ ചെന്ന് into 1000 ആവും. അപ്പൊ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 0.125 into 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 125 എന്ന് കിട്ടും. ഇത്രയും പോയിന്റ് മാറും. ഓക്കെ, 125 ഡിവൈഡഡ് ബൈ 450. ഓക്കെ, മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 450 എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.278. 0.278 മോളാർ. ഓക്കെ, ആൻസർ കിട്ടുന്നത് 0.278 മോളാർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതായത് 0.125 ഡിവൈഡഡ് ബൈ 450 into 1000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.278 മോളാർ എന്നാണ്. അതായത് 5 gram NaOH in 450 ml സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0.278 മോളാർ ആണ് ആ ഒരു സൊല്യൂഷൻ. ഓക്കെ, ഇതിനെ നമുക്ക് മോളാർ എന്ന് എഴുതാം. ക്യാപിറ്റൽ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം, അതല്ലെങ്കിൽ മോൾ ഡെസിമീറ്റർ റേസ് ടു -3 എന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് മൊളാരിറ്റി കണ്ടുപിടിക്കാനായിരുന്നു NaOHന്റെ മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.278 മോളാർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇപ്പൊ ചെയ്ത പ്രോബ്ലത്തിന്റെ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഇൻഡെക്സ് ക്വസ്റ്റ്യനകത്തെ 2.3 നോക്കാം. കാൽക്കുലേറ്റ് ദ മോളാരിറ്റി ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ. ആൻഡ് ദ ഫസ്റ്റ് വൺ 30 gram of CONO3 twice 6H2O in 4.3 liter of solution. Okay, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് 30 gram CONO3 twice 6H2O ആണ്. കൊബാൾട്ടിന്റെ ഒരു സോൾട്ട് ആണത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് 4.3 ലിറ്റർ സൊല്യൂഷനുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ആണ്. നമ്മളുടെ ആ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CONO3 twice 6H2O. NO3 twice 6H2O ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ മോളാർ മാസ് നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കൊബാൾട്ടിന്റെ നമ്മൾ എടുക്കുമ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എടുക്കുമ്പോൾ നമുക്ക് എടുക്കാവുന്നത് 58.93 ആണ് കറക്റ്റ്. ബട്ട് അതിന് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 59 എന്നാണ് എടുക്കുന്നത്. 59. ഓക്കെ, പ്ലസ് നൈട്രജന്റെ നമുക്കറിയാം 14 ആണ്. ഇവിടെ 2 നമ്പേഴ്സ് ആണുള്ളത്. therefore 14 into 2 പ്ലസ് ഓക്സിജന്റെ നമുക്കറിയാം 16 ആണ്. ഓക്കെ, ഓക്സിജന്റെ ടോട്ടൽ നമ്പർ നമുക്ക് വരുന്നത് 6 ആണ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം വാട്ടർ H2O GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. therefore അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം 6 into 18. ഓക്കെ,
കൊബാൾട്ടിന്റെ നമുക്കറിയാം 59 ആണ്, ആൻഡ് നൈട്രജന്റെ നമുക്കറിയാം 14 ആണ്, അത് 2 നമ്പേഴ്സ് ഉണ്ട്. ദെൻ ഓക്സിജന്റെ നമുക്കറിയാം 16 ആണ്, അത് 3 into 2 6 നമ്പേഴ്സ് ആണുള്ളത്. വാട്ടറിന്റെ 18 ആണ്, 18 into 6 നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 291 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ ഒരു കോംപ്ലക്സിന്റെ മോളാർ മാസ് നമുക്ക് കിട്ടി 291 കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. മോൾസ് ഓഫ് CO NO3 twice 6H2O is equal to given gram നമുക്ക് 30 gram ആണ് തന്നിരിക്കുന്നത്. 30 gram ക്വസ്റ്റ്യനകത്ത് ഉള്ളതാണ് 30 gram, ആൻഡ് ഇതിന്റെ മോളാർ മാസ് 291 gram മോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, 30 gram ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ആൻഡ് ഇതിന്റെ മോളാർ മാസ് 291 ആണ്. ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.103 മോൾ എന്ന് കിട്ടും. 0.103 മോൾ. ഓക്കെ, അപ്പം CONO3 twice 6H2O ഈ ഒരു സൊല്യൂഷനകത്ത് 0.103 മോൾസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ലിറ്ററിൽ തന്നെയാണ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്. അത് 4.3 ലിറ്റർ ഓഫ് സൊല്യൂഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ലിറ്ററിലുള്ള വാല്യൂ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാം. മൊളാരിറ്റി ഓഫ് CONO3 twice 6H2O is equal to moles of the solute. Moles of the solute എന്ന് പറയുന്നത് 103 moles of the solute നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ 4.3 ആണ്. ഓക്കെ, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. പോയിന്റ്സ് മാറ്റിയത് മുകളിലും താഴെയും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.023 മോൾ എന്നാണ് നിങ്ങൾക്ക് ആൻസർ. മോൾ അല്ല, മോളാർ എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് നമുക്ക് തന്നിരുന്നത് 30 gram CONO3 twice 6H2O ആയിരുന്നു. ഇതിന്റെ ഫസ്റ്റ് നമ്മൾ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്തു, നമുക്ക് 291 എന്ന് കിട്ടി. അത് വെച്ച് നമ്മൾ ഇതിന്റെ മോൾസ് കാൽക്കുലേറ്റ് ചെയ്തു. മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ ഗ്രാം 30 gram ഡിവൈഡഡ് ബൈ 291 ചെയ്തു. അപ്പൊ നമുക്ക് 0.103 മോൾ എന്ന ആൻസർ കിട്ടി. ദെൻ നമ്മൾ ചെയ്തത് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ ആയിരുന്നു. ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 4.3 ലിറ്ററിന്. അത് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 0.023 മോളാർ എന്ന് ആൻസർ കിട്ടി. അതായത് 30 gram ഓഫ് CONO3 twice 6H2O in 4.3 liter of solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0.023 മോളാർ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആകത്തെ 2.3 തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 30 ml ഓഫ് 0.5 മോളാർ H2SO4 diluted to 500 ml. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള മൊളാരിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ സൊല്യൂഷൻ 30 ml ആയിരുന്നു. 30 ml സൊല്യൂഷനുമായിരുന്നു. അവിടെ 0.5 മോളാർ H2SO4 ആയിരുന്നു. ഈ പറഞ്ഞ സൊല്യൂഷനെ നമ്മൾ ഡൈലൂട്ട് ചെയ്തു. വാട്ടർ വീണ്ടും ആഡ് ചെയ്ത് ഇതിനെ ഡൈലൂട്ട് ചെയ്തപ്പോൾ 500 ml സൊല്യൂഷൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം ഇപ്പോഴുള്ള ആ സൊല്യൂഷൻ എത്ര മോളാർ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ മൊളാരിറ്റി എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ആദ്യമുണ്ടായിരുന്ന സൊല്യൂഷൻ 0.5 മോളാർ ആയിരുന്നു. അതായത് നമുക്ക് എഴുതാം 1000 ml 0.5 മോളാർ H2SO4 contain H2SO4 is equal to എത്ര മോൾസ് ആണ് നമുക്ക് എഴുതാം? 0.5 മോൾസ് എന്ന് നമുക്ക് എഴുതാം. അതായത് നമ്മൾക്ക് ആദ്യം തന്നിരുന്ന സൊല്യൂഷൻ 0.5 മോളാർ ആണെന്നാണ് തന്നിരുന്നത്. അതിനർത്ഥം 1 ലിറ്റർ സൊല്യൂഷൻ അകത്ത്
ആ ഒരു സൊല്യൂഷൻ അതായത് H2SO4ന്റെ മോൾസ് 0.5 ആണ്. 0.5 മോളാർ എന്ന് വെച്ചാൽ അർത്ഥം 1 ലിറ്റർ ആ ഒരു സൊല്യൂഷനകത്ത് 0.5 മോൾസ് ആണുള്ളത്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 ലിറ്റർ അതാണ് 1000 ml. ഇവിടെ 1000 എടുക്കാനുള്ള റീസൺ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ എല്ലാം മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 1000 ml 0.5 മോളാർ H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 0.5 മോൾസ് ആണ് H2SO4 ഉള്ളത്. അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരുന്നത്. ഇതിനകത്തും നമുക്ക് ഇനി എഴുതാം 1 ml-നകത്ത് 1000 ml-നകത്ത് ഇത്രയും മോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ml സൊല്യൂഷനകത്ത് 1 ml H2SO4 സൊല്യൂഷനകത്ത് എത്ര മോൾസ് ആയിരിക്കും കാണുന്നത്? 1000 ml 0.5, then 1 ml 0.5 divided by 1000. ഓക്കെ, നമുക്ക് തന്നിരുന്നത് 30 ml ആണ്. 30 ml. അപ്പൊ 30 ml-നകത്ത് എത്ര കാണും? 30 ml സൊല്യൂഷനകത്ത് H2SO4ന്റെ മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 30. ഓക്കെ, 1000 ml 0.5 മോൾസ്, then 1 ml 0.5 ഡിവൈഡ് ബൈ 1000 നമുക്ക് ചെയ്യാം. Therefore 30 ml നമ്മുടെ ആ ഒരു സൊല്യൂഷൻ 30 ml ആയിരുന്നു. 30 ml നമ്മുടെ മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 30 ആണ്. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. 5 into 3 ചെയ്യുമ്പോൾ 15 വരും. എന്നിട്ട് നമുക്ക് സീറോസ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അതനുസരിച്ച് നമ്മളിവിടെ പോയിന്റും കൂടി ഉണ്ട്. അതുകൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.015 മോൾസ് എന്ന ആൻസർ കിട്ടും. 0.015 മോൾസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് നമ്മുടെ ആ ഒരു സൊല്യൂഷൻ ആദ്യം ഉണ്ടായിരുന്ന സൊല്യൂഷനകത്ത് 30 ml സൊല്യൂഷൻ ആയിരുന്നു. ആ 30 ml സൊല്യൂഷനകത്ത് നമ്മുടെ H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.015 മോൾസ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മളിത് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ സൊല്യൂഷൻ 30 ml ഉള്ള സൊല്യൂഷൻ ഡയലൂട്ട് ചെയ്ത് 500 ml മാറ്റി. ഓക്കെ, ഡയലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ H2SO4ന്റെ അളവിലൊന്നും ചേഞ്ചസ് വന്നിട്ടില്ല. ഓക്കെ, അപ്പം 30 ml എത്രയായിരുന്നു H2SO4ന്റെ മോൾസ്, അത് തന്നെ ആയിരിക്കും 500 ml. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റില് ചെയ്ത എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ 30 ml ആയിരുന്നു. അതിനകത്ത് H2SO4ന്റെ മോൾസ് എന്ന് പറഞ്ഞാൽ 0.5 മോൾസ് ആയിരുന്നു. 0.5 മോളാർ ആയിരുന്നു, അതുകൊണ്ട് അത് 0.5 മോൾസ് ആയിരുന്നു. 1 ലിറ്റർ സൊല്യൂഷൻ അത് 0.5 മോൾസ് H2SO4 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സൊല്യൂഷനെ ഡയലൂട്ട് ചെയ്ത് 500 ml മാറ്റി. അപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്ററിൽ 0.5 മോൾസ് ഉണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1000 ml 0.5 മോൾസ് ആണ് നമ്മുടെ H2SO4 ഉള്ളത്. Therefore 1 ml 0.5 ഡിവൈഡഡ് ബൈ 1000 ഇത്രയും മോൾസ് കാണും. Therefore 30 ml 0.5 by 1000 into 30 ഇത്രയും മോൾസ് H2SO4 കാണും. ഓക്കെ, അപ്പൊ ഈ ചെയ്യുന്ന സ്റ്റെപ്പ് ഡയലൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഡയലൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ അളവിന് ഒരു വ്യത്യാസവും ഇല്ല. കാരണം H2SO4ന്റെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. വാട്ടർ ഒഴിച്ചാണ് ഡയലൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഡയലൂട്ട് ചെയ്തപ്പോൾ 500 ml ആക്കി. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സൊല്യൂഷൻ 500 ml ആണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം മൊളാരിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ലിറ്ററിലേക്ക് അല്ലെങ്കിൽ ഡെസിമീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് ml-നെ ഇവിടെ ലിറ്ററിലേക്ക് മാറ്റാം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സൊല്യൂഷൻ 500 ml ആണ്. വോളിയം ഇസ് ഈക്വൽ ടു 500 ml ആണ്. ഇതിനെ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റണം. മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്തത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 0.5 ലിറ്റർ. 0.5 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു സൊല്യൂഷനകത്ത് H2SO4ന്റെ മോൾസ് നമുക്ക് കിട്ടി 0.015 എന്ന് കിട്ടി. ആൻഡ് വോളിയം നമുക്ക് കിട്ടി. വോളിയം ഇൻ ലിറ്റർ ആയിരുന്നു, അത് നമുക്ക് കിട്ടി 0.5 ലിറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോൾസ് ഓഫ് ദി സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.015 ആണ്. 0.015. ഓക്കെ, ഡിവൈഡ് ബൈ വോളിയം തന്നിട്ടുണ്ട് 0.5 ലിറ്റർ. ഓക്കെ, ഇത് മോൾസിലുമാണ് മോള്. ഓക്കെ,
ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.03 മോളാർ, അതല്ലെങ്കിൽ 0.03 മോൾ ലിറ്റർ ഇൻവേഴ്സ്, മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഓക്കെ, അതല്ലെങ്കിൽ മോൾ ഡെസിമീറ്റർ റേസ് ടു -3 ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചെയ്തത് നമ്മുടെ 30 ml 0.5 മോളാർ H2SO4 ആയിരുന്നു. നമ്മൾ ആദ്യമേ ചെയ്തത് H2SO4 എത്ര മോൾസ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വോളിയത്തെ മില്ലി ലിറ്ററിൽ നിന്ന് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് 30 ml സൊല്യൂഷൻ എന്നും 0.5 മോളാർ H2SO4 എന്നും ആയിരുന്നു തന്നിരുന്നത്. കറക്റ്റ് ആയിട്ട് എത്ര മോൾസ് H2SO4 ഉണ്ട് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ചെയ്തത് 1 ലിറ്ററിനകത്ത് 0.5 മോൾസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ 30 ml-നകത്ത് 0.015 മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, മൊളാരിറ്റി ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്. എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിനകത്ത് മൊളാരിറ്റി റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൊളാലിറ്റി എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്